അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന ചേച്ചി നമുക്ക് പരിചയപ്പെടാം. ചേച്ചി പേര് പറയാം. സരോജം. ഉറക്കെ പറയണേ. സരോജം. ചേച്ചി എത്ര വർഷമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി? ഇവിടെ വന്നിട്ട് 16 വർഷമായി. ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ സ്ഥലം എവിടെയാ? വെമ്പായത്തുള്ളതാണോ ചേച്ചി? അപ്പോൾ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ എന്തിനാ? സ്ഥലം വാങ്ങിച്ചു, കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലം വാങ്ങിയതാണോ? ഓ, വെമ്പായത്ത് നമുക്ക് സൗകര്യം കുറവാണോ കൃഷി ചെയ്യാൻ? സൗകര്യം പാട്ടത്തിനായിരുന്നു. ഇത് സ്വന്തമായിട്ട് വാങ്ങിച്ചു. ഓ, ഇത് സ്വന്തമായിട്ട് ഇത്രയും വയലെല്ലാം കൂടെ വാങ്ങി ചേച്ചി ചെയ്യുകയാണോ? ഇപ്പോൾ 12 വർഷം കൊണ്ടേ ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നു? 16 വർഷം കൊണ്ടേ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാ കൂടുതലായിട്ട് ചെയ്യുന്നത് ചേച്ചി? ഇപ്പം പാവല്, പയറ്, സലാഡ്, വെള്ളരി, ചീര. ഓഹോ, അപ്പോൾ ചേട്ടായി ഉണ്ടാവും കൂടെ ഹെൽപ്പ് ചെയ്യുമോ? അപ്പോൾ മക്കളും എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പാവല് തന്നെ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് ചേച്ചി? എത്ര സെൻറ്റ്? ഇപ്പം ഇതൊരു 50 സെൻറ്റോളം പന്തൽ വരും അല്ലേ? പിന്നെ ഓരോ സെക്ഷനായിട്ടാണോ ചെയ്യുന്നത്? അത് പയറല്ലേ? ഇപ്പം നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റുന്ന പാവലാണോ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? പയറും എത്തിക്കുന്നുണ്ട്. അപ്പോൾ പാവൽ എത്ര രൂപയൊക്കെ നമുക്ക് വിപണിയിൽ പോകുന്നുണ്ട്? 80 രൂപയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എത്ര സമയം നമ്മൾ ഈ പച്ചക്കറിക്ക് വേണ്ടി ചിലവഴിക്കും? എപ്പോഴും ഇറങ്ങി വരും? 5 ഏക്കറോളം വേറെയും പച്ചക്കറി ചെയ്യുന്നുണ്ടോ? വാഴയും പച്ചക്കറി എല്ലാം കൂടെ ചെയ്യുന്നുണ്ടല്ലേ? ഇതിപ്പോ പച്ചക്കറി മാത്രമായിട്ട് എത്ര വെച്ച് കാണുമായിരിക്കും? വാഴയാക്കിയോ? എങ്ങനെ ബുദ്ധിമുട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ? പണിക്ക്. അപ്പോൾ ചേച്ചിയുടെ ഒരു മേൽനോട്ടമാണോ ഇതിനകത്ത് ഫുള്ളായിട്ട്? അപ്പോൾ പാവയ്ക്കൊക്കെ നമുക്ക് മാർക്കറ്റിൽ എന്താ നല്ല വില കിട്ടുന്നു? ജൈവം എന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്? അപ്പോൾ നല്ല വില കിട്ടുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ പച്ചക്കറി? ഓ, ഇതിനകത്ത് വെള്ളം പൊങ്ങുവാണെങ്കിൽ നമുക്ക് നഷ്ടം വരും, അല്ലെങ്കിൽ നമുക്ക് സീസൺ അനുസരിച്ച് നല്ല വില കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ ജോലിക്കൂലി എത്ര സമയമൊക്കെ വെള്ളം ഒഴിക്കുക അങ്ങനെ? ഇപ്പം വെള്ളത്തിന് ആവശ്യം കുറവാണ്. ഉണക്ക് വരുമ്പോൾ മോട്ടർ വെച്ച് വെള്ളം അടിക്കാനുള്ള. ഓ ഓ ഓ, അപ്പോൾ ഇത് വെള്ളം പൊന്തുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ എങ്ങനെ പിച്ചു? വലിയ ബുദ്ധിമുട്ട് തന്നെ, പാടല്ലേ? അപ്പോൾ ഇതിന്റെ അടിക്ക് കയറുമ്പോൾ ഒരു വിശാലത, ഒരു കൂളിംഗ് ഒക്കെ ഉണ്ടല്ലേ? നല്ല തണലും നല്ലോണം ഫീൽ ചെയ്യുന്നില്ല? അങ്ങ് അറ്റം വരില്ലേ? അപ്പോൾ ഇത് എപ്പോഴും പാവൽ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്? അല്ല, മാറ്റി ചെയ്യോ? അപ്പോൾ ഒരു പ്രാവശ്യം അടുത്ത പ്രാവശ്യം എന്തായിരിക്കും? പിന്നെ പാവല് കഴിഞ്ഞ കുമ്പളമായിരുന്നു. ഇത് കുമ്പളം ഇട്ടിരുന്ന കുമ്പളമായിരുന്നു. ഓ, അപ്പൊ എല്ലാ സമയവും ഇവിടെ കൃഷിയുണ്ട്, ചെയ്തോണ്ടിരിക്കും. ചെറിയ ഇതുകൊണ്ട് മേലിട്ടേക്കും, അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലേ? അപ്പൊ ഇത് പാവലിന്റെ ഓൾറെഡി മാത്രമേ. ഇതെന്ത് വെറൈറ്റി എന്താ സെലക്ട് ചെയ്യാത്ത? ഈ കുഞ്ഞു വെറൈറ്റി ആണോ ചെയ്തത്? നാടൻ അല്ല, അങ്ങനെ വേറെ നാടൻ തന്നെ ചെയ്യത്തുള്ളൂ? അതോ അങ്ങനെ ഹൈബ്രിഡ് അത്രയ്ക്ക് കൂടെ അങ്ങോട്ട് ക്ലൈമറ്റ് പിടിക്കാത്തോണ്ട് നമ്മൾ. അപ്പൊ നാടനാകുമ്പോ എന്തോ അസുഖങ്ങളൊന്നും വരുന്നില്ലേ? ഒത്തിരി കുറവുണ്ട്, കൂടുതലുണ്ട്. അപ്പൊ ചേച്ചിയുടെ സ്ഥലത്തൊന്നും പോകാറില്ലേ? വെമ്പായ വീടുണ്ടോ അവിടെ? അവിടെ മക്കളൊക്കെ അവിടെ ആണോ? അപ്പൊ ചേച്ചി ചേട്ടായി മാത്രമാണോ ഇവിടെ? ഒരു മോയം വന്നും പോയി നിൽക്കും, ഒരാൾ കൊല്ലത്തിന്. ഓ ഓ ഓ, അപ്പൊ നമുക്ക് കൃഷിയിൽ നിന്ന് ലാഭം തന്നെ. അപ്പൊ നമുക്ക് അടുത്ത കൃഷിയൂടെ കാണാം. കോവല് പന്തലിലാണ് എല്ലാം. കോവല്, പയറ് എല്ലാം കൂടെ ഒരു 20 സെൻറ്റ് നീളത്തിൽ കാണും കേട്ടോ. ഈ ചേച്ചി ഇതുണ്ട് വിളവ് 2-3 പ്രാവശ്യം എടുത്ത പയറാണ് കേട്ടോ. ഈ പന്തലിൽ തന്നെ കോവലും ഉണ്ട്. അപ്പം മീറ്റർ പയറാണ്. അപ്പം 2 ദിവസം കൂടുമ്പോഴാണ് വിളവെടുക്കുന്നത്. മാർക്കറ്റിൽ നല്ല വിലയും കിട്ടുന്നുണ്ട്. അപ്പം പച്ചക്കറി കൊണ്ട് കർഷകന് നഷ്ടമൊന്നുമില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നേട്ടങ്ങളേ ഉള്ളൂ. ചേച്ചി ഇതൊക്കെ തൈ ഇട്ടേക്കുവാണോ? ചെറിയ തൈ ഇട്ടേക്കുവാണോ? ഓ, സലാഡ്. ഇവിടെ ഇപ്പൊ എന്തൊരു തൈ ഇട്ടേക്കുന്നേ? സലാഡ് കുക്കുമ്പർ ഇട്ടിട്ടുണ്ട്. ചെറുത് എല്ലാത്തിലും ഇട്ടിട്ടുണ്ടോ? എല്ലാത്തിലും അങ്ങോട്ട് കുറച്ച് പയർ ഇട്ടിട്ടുണ്ട്. ഓ, ഇടയ്ക്ക് പയറും ഉണ്ട്. അപ്പൊ ഇവിടെ സ്ഥിരം പന്തൽ തന്നെ ഇങ്ങനെ ഇട്ടേക്കുക? ഓരോ ക്രോപ്പും ചെയ്ത് വരും അല്ലേ? ഇതില് കീര കഴിഞ്ഞ വെള്ളരിയായിരുന്നു. ഓ, ഇത് കണ്ട ചീര മിക്സ് ചെയ്തേക്കാണോ ചേച്ചി? ഇലപ്പുള്ളി വരാതിരിക്കാൻ വേണ്ടി. ഓ ഓ ഓ, അപ്പൊ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് ഇലപ്പുള്ളി വരുന്നില്ലല്ലോ? ഉറപ്പല്ലേ? അപ്പൊ കർഷകർക്ക് മിക്സ് ചെയ്ത് ചെയ്യാം അല്ലേ? അപ്പൊ ഇത് എത്ര പണം വീതം ചെയ്യുന്നുണ്ട്? ഇത് മൊത്തത്തിൽ പിഴുതു കൊടുക്കുവോ അതോ കട്ട് ചെയ്ത് കൊടുക്കുവോ? കട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ചുമപ്പ് പിഴുതെടുക്കും, പച്ച കട്ട് ചെയ്യോ? അതെന്താ അങ്ങനെ ചെയ്യുന്നത്?
വീണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ചുവപ്പിൽ പിന്നെ വീണ്ടും കിട്ടത്തില്ലേ? കിട്ടുക അത് പുഷ്ടിയാണല്ലോ ഒരു ആണോ? അതുകൊണ്ട് ചുവപ്പ് ഓ ഓ, പച്ച ചുവപ്പ് പിടുത്താൽ പുഷ്ടി കിട്ടത്തില്ല. അതുപോലെ പെട്ടെന്ന് രോഗം ബാധിക്കില്ലേ? ആ, ചുവപ്പിനകത്ത് പെട്ടെന്ന് രോഗം വരും അല്ലേ? ആ ഹാ ഹാ ഹാ. അതങ്ങനെ നിർത്തിയെടുക്കൂല. ആ, അപ്പം ഇതെങ്ങനെ വാരി ചേർന്നോ അതോ പറിച്ചു കേടുവോ? ഇത് വിതറണത് വാരി ചേറുവാ. ആ. ആ, വാരി ചേറിട്ട് ഇടയ്ക്കുന്ന് കൂടി നിൽക്കുന്നതൊക്കെ പറിച്ചു കളയുമോ? കളയെടുക്കുമ്പോൾ കുറച്ച് പോരും, കളയെടുക്കാറായി വരണം. ഓ, കള എടുക്കുമ്പം കൂടി നിൽക്കുന്നതൊക്കെ കുറേ കളയല്ലേ? ഓ ഓ ഓ ഓ. ഇതുണ്ടല്ലോ സലാഡ് കുക്കുംബർ ചെയ്തേക്കാണ് കേട്ടോ. 3-4 പണ ചെയ്യുന്നുണ്ട്. സലാഡ് കുക്കുംബർ ഇപ്പോൾ കർഷകർക്ക് നല്ല ലാഭമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ കൃഷിയുടെ മൊത്തം സലാഡ് കുക്കുംബർ കൊണ്ട് നിറയ്ക്കുകയാണ്. ഉള്ള സ്ഥലത്ത് പോയി വാങ്ങി നട്ട് പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സലാഡ് കുക്കുംബർ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ഞെടുപ്പിലും 1, 2, 3 മുട്ട് വീതം വന്നിട്ട് അത് നിറയെ കായായിട്ടാണ് വരുന്നത്. അതും വലിയ പന്തൽ പോകുന്നതിന് മുന്നേ കാ പിടിച്ചു തുടങ്ങും. പിന്നീടാണ് അത് വലിയ വള്ളി വീശി വിശാലതയിലേക്ക് പോകുന്നത്. അതിന് മുന്നേ തന്നെ നമുക്ക് ഈൽഡ് എടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പടവലവും ഒരു പന്തലിൽ തന്നെ 2-3 ക്രോപ്പൊക്കെ മിക്സ് ചെയ്താണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 2 വിളവും കിട്ടുന്നുണ്ട്. സലാഡ് കുക്കുംബർ വിളവും കിട്ടുന്നുണ്ട്, പടവലത്തിന്റെ വിളവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സമയം പോലും ഇവര് വെറുതെ ഇരിക്കാതെ കാലത്ത് വൈകിട്ടും കൃഷി ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയാണ് സ്വന്തം നാട് വരെ ഉപേക്ഷിച്ച് കൃഷിക്ക് വേണ്ടി, കൃഷി ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം നമ്മുടെ നാട്ടിലേക്ക് വന്ന് കല്ലുവാതുക്ക പഞ്ചായത്തിലേക്ക് വന്ന് സ്ഥലം കണ്ടെത്തി കൃഷി ചെയ്ത് ജീവിതമാർഗം കൊണ്ടുപോകണം. ഒരു 16 വർഷത്തോളമായി അവർ ഈ കൃഷി ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പൊ അവർക്ക് ലാഭം ഇല്ലെങ്കിൽ അവർ എന്നെ സ്റ്റോപ്പ് ചെയ്തേനെ. ഇപ്പൊ ലാഭം